ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എങ്ങനെ തോന്നി, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു? സത്യം പറഞ്ഞാൽ ഞങ്ങളോട് സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഫാസില്. നിങ്ങളുണ്ട് വന്നാൽ മതി, ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. അപ്പൊ അതേപോലെ ചെന്നു ഫാസില് പറയണു, ഓരോന്നും ചെയ്യണു. അപ്പ തരികയാണ്. അപ്പൊ തരികയാണ്. ചിലപ്പോ സ്ക്രിപ്റ്റ് എഴുതിയ പോലെ ഒന്നും ആവില്ല. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് വെട്ടും. അങ്ങനെ ആലോചിക്കും, അതല്ല അത് അങ്ങനെ മാറ്റി ചെയ്യാം. അങ്ങനെയൊക്കെയാണ് സ്പോണ്ടാനിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഫാസിലിന്. അപ്പൊ മോഡുലേഷൻ പിന്നെ എനിക്ക് തോന്നുന്നു എടപ്പാള് സൈഡ് ആയതുകൊണ്ട് ആ ഒരു കറക്റ്റ്. ഞാന് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല, എന്റെ വീട് കേച്ചേരി അടുത്താണ്, ഇയാലാണ്. കല്യാണം കഴിച്ചത് എടപ്പാള് ആണെങ്കിലും അവിടെ എടപ്പാളും അത്ര അങ്ങോട്ട് സ്ലാങ് ഒന്നും ഇല്ല വീട്ടിലൊന്നും ഇവർക്ക്. പക്ഷെ എന്റെ അമ്മയുടെ വീട് മാറഞ്ചേരിയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്ലാങ് വേഗം പിടിക്കാൻ പറ്റി. അമ്മയുടെ വീടിന്റെ ചുറ്റും കുറെ ഇതുപോലെ മുസ്ലിം ഫാമിലി, കുറെ ഫാത്തിമമാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? ഇഷ്ടപ്പെട്ട സീൻ എനിക്കിപ്പോ സിനിമ കാണുമ്പോ പിന്നെ മോളിനെ ബൈക്കിൽ കയറ്റി വിട്ടിട്ട് ആ സാധനം അതെനിക്ക് ഭയങ്കര വർക്കായി എല്ലാ തിയേറ്ററിലും. ഭയങ്കര ചിരിച്ചു. അപ്പൊ സത്യം പറഞ്ഞാ പിന്നെ ആ ഒരു ടേക്ക് ഷൂട്ടിന് ചെയ്യുന്ന സമയത്ത് ഫാസിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ചെയ്യ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയണത്, എന്നാലും ചെയ്ത് നോക്കൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തതാ. പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്കത് ഇത്രയും നല്ലൊരു വർക്കായിട്ടുള്ളൊരു സീൻ. കൂടിയാണ് പോയത് ആരണ്ടി പറഞ്ഞിട്ട്